ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കേട്ടോ ഉണ്ടോ ചുറ്റിനും. ഞാൻ തമിഴ്നാട്ടിൽ പോയി കാണാൻ പറ്റുള്ളൂ എന്ന് ഓർത്തു, പക്ഷേ നമ്മൾ മൂന്നാർ ചെന്നാലും ഇതുപോലെ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു വേറെ ഫീലാണ് ഗൈസ്. കണ്ടോ ചുറ്റിനും കിടക്കുന്ന, കണ്ടോ ഇതൊന്നും വിത്ത് മുളയ്ക്കാത്ത സാധനങ്ങളാണ് കേട്ടോ. മുളയ്ക്കാത്ത സാധനങ്ങളൊക്കെയാണ്. മുളച്ചതുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലത്ത് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളി ഉണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ചുറ്റിനും മലകളും. ഓ, അതൊരു ആശ്വാസം തന്നെ. അവിടെ നടന്നു പോകാനുള്ള ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് വഴി നനയ്ക്കാനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ തോടുണ്ടെന്ന് തോന്നുന്നു. ഓ, താഴെ പോലെ ഗൈസ്. അവിടെ നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, ഓ അതെന്ത് ഫ്രെയിമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ പിടലിൻ ഫ്രെയിം. ഒരു സേവ് ദ ഡേറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ പിടലിൻ സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഈ വെള്ളത്തിൻ്റെ പക്കത്ത് പോയി പാലം കണ്ടോ, അതുപോലെ കിടിലം കാണാൻ കേട്ടോ. അവിടെ എന്തോ തെറ്റ്, അവിടെ നടന്നു പോകാൻ പറ്റുമോ? ഇതുവഴി നടക്കാൻ പറ്റുമോ ചേട്ടാ? ഇതുകൊണ്ട് നടക്കാൻ പറ്റുമോ? സേഫാണോ? രണ്ടുപേരോട് വരല്ലേ? രണ്ടുപേരും കയറി കുഴപ്പമില്ലല്ലോ ഗോയ്സ്. നമ്മൾ എപ്പോഴെങ്കിലും എന്ത് സംഭവിക്കാൻ പറ്റാത്ത രീതിയിലാണ് നടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട പാലത്ത് പോയി നടന്നു പോവാണ് നമ്മൾ അങ്ങോട്ട്. പുറകിൽ ഫോം വിളിച്ചുകൊണ്ട് നടക്കുന്നു. ടെൻഷൻ കയറിയിട്ട് എനിക്ക് വേർക്കും വീണ്. വെയിലുണ്ട്, ചൂടുണ്ട്, അതുകൊണ്ടായിരിക്കും. നമ്മൾ പുറത്ത് കടന്നു ഗൈസ്. ഇതുണ്ട് ഗൈസ്, നമ്മൾ ക്രോസ് ചെയ്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അല്ലേ, വെള്ളം കൂടുതലുള്ളപ്പോൾ വെള്ളം കൂടുതലുണ്ടായിരിക്കും കേട്ടോ. നല്ലപോലെ നല്ല മെത്തി ഒഴുകണ സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ മറ്റേ ബോട്ടൊക്കെ ഓടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അതിപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഓടിക്കണമെന്നില്ലെന്ന് തോന്നുന്നു. കേട്ടോ ഗൈസ്. അപ്പോൾ അയ്യോ, ഇത് ആടുണ്ട് ഗൈസ്. കണ്ടോ, പയ്യെ നടന്നില്ലെങ്കിൽ താഴെ വീഴാൻ സാധ്യതയുണ്ട്. പയ്യെ വന്നില്ലെങ്കിൽ. അയ്യോ ഗൈസ്, അങ്ങനെ പേടിച്ചായാലും നല്ലൊരു ഫീലാട്ടോ ഗൈസ്. കണ്ടോ ഗൈസ്, അവിടെ ഇരുന്ന് കണ്ടോ, നല്ല ഫ്രെയിമല്ലേ. ഇടിലും ഫ്രെയിം. ഇങ്ങനെ നോക്കിയാലും ഇതൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു കാലാവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് വെയിലടിക്കുന്നു, അവിടെ നിന്ന് വെയിലടിക്കുന്നു, പൂവ് അവിടെ നിൽക്കുന്നു. അതൊരു അടിപൊളി. ഫാമിലിയായിട്ടും അല്ലെങ്കിൽ കപ്പിളായിട്ടോ അല്ലെങ്കിൽ പിള്ളേരെ എൻജോയ് ആയിട്ട് വരാൻ പറ്റും കേട്ടോ. ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി സ്ഥലം, കൊള്ളാം. വാഴ, ഇടയ്ക്ക് വാഴ നട്ടെത്തിക്കുന്നു. ഇവിടെ എന്ത് കൃഷി നട്ടാലും അതുപോലെ തണുപ്പുണ്ടായതുകൊണ്ട് പിടിച്ച് വളർന്നു വരുന്നോളും. ഉണ്ടോ, ഏറ്റവും കൂടുതൽ തേയില തോട്ടങ്ങളാണ് മൊത്തം. ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, എനിക്ക് വലുതായിട്ട് പറയാനൊന്നും അറിയില്ല. നമ്മൾ വന്നു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന കുറേ അങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അവരെ പോയി കാണുക, അല്ലെങ്കിൽ
നമ്മൾ നോർമലായിട്ട് ട്രിപ്പ് പോകുന്നത് എങ്ങനെയാണോ ഫാൻസ് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വരുമ്പം ഇങ്ങനെയാണോ പെരുമാറുന്നത്, അങ്ങനെയുള്ള നോർമൽ വീഡിയോ ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണാം. അല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊരു കാര്യമില്ല, നിങ്ങൾക്കൊരു ഗുണമുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ലൊക്കേഷനൊക്കെ ഇതിൻ്റെ അടിയിൽ ഇട്ടേക്കാം. അപ്പോൾ എന്നാ പറയുക, ഇവിടെ ഊഞ്ഞിലൊക്കെ ഉണ്ടോ കണ്ടത്. ഞാൻ പറഞ്ഞത് നമ്മൾ വലിയതായിട്ട് ബ്ലോഗ് അങ്ങനെ ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അതുകൊണ്ട് കേട്ടോ. എൻ്റെ പാലൊക്കെ ഉണ്ടോ, ആയി ഊഞ്ഞാൽ ഗൈസ്, ഊഞ്ഞാലുണ്ടോ, ഊഞ്ഞാലിലൊന്ന് ആടി നോക്കാം നമുക്ക്. ഊഞ്ഞാലൊന്ന് ഇത് ഇവിടെ എന്താ ഫ്രെയിം അത്, മല ഉണ്ടോ അപ്പുറത്ത്, മേങ്ങൾ എല്ലാം ഫ്രെയിമല്ലേ, എല്ലാം ഫ്രെയിം. താഴെ പോയതിനിപ്പം കയറിയിരിക്കണം. കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമല്ലേ. അത് കൂട്ടുകാരനും കൂടെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൊടുത്തില്ലേ, ഫോം വിളിച്ചുകൊണ്ട് നടക്കുന്നു ഗൈസ്. കാഴ്ചകൾ കാണാം ഗൈസ്. പുറത്ത് നോക്കി കണ്ടോ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കണ്ടോ. ഗൈസ് ഇത് കണ്ടു ഗൈസ്. ബാക്കി നോക്കി കഴിഞ്ഞാൽ കണ്ടു ഗൈസ്, ഫ്രെയിം ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലാടി നല്ലൊരു കാറ്റും തണുത്ത കാറ്റും ചെറിയൊരു വെയിലും. എന്ത് ഫീലാണ്. ഇവിടെ ഉള്ളവർക്ക് അടിപൊളിയാട്ടോ. ഇപ്പോൾ എറണാകുളത്തും കോട്ടയത്തൊക്കെ ഭയങ്കര ചൂടാണ്. അത് എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം എറണാകുളത്തുണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, എറണാകുളത്ത് ഇറങ്ങാൻ പറ്റില്ല, കോട്ടയത്തായാലും ഇറങ്ങാൻ പറ്റില്ല, ഈ സമയത്തായാലും. ഇപ്പോൾ ഇവിടെ എനിക്ക് ചെറുതായിട്ട് ചൂടടിച്ചാലും വേർക്കും, അതുകൊണ്ട് വേർക്കുന്നത്. അല്ലാതെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്രയും വലിയ വെയിലൊന്നുമല്ല, ഒരു മീഡിയം തണുപ്പുമുണ്ട്, കാറ്റുമുണ്ട്, അതുപോലെ വെയിലുമുണ്ട്. ഒരു അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നടന്ന് നമ്മൾ വേറെ എന്നാ പറയാനുള്ളത്, വാടിയൊക്കെ പോയിട്ടും ചെമന്തിയാണോ, ചെമന്തിയല്ലേ. ഗാർഡൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. വെയിൽ കാരണം അടിച്ചോടെ അടിപൊളിയായിരിക്കും. സൂര്യകാന്തി പോവാണ്. സൂര്യകാന്തി അല്ലേ ഇത്?